എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടാണ്, അതായത് ചില്ലി ചപ്പാത്തി. അപ്പൊ ഇതിനു മുൻപ് ഞാൻ ചില്ലി പൊറോട്ട തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില്ലി പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നമ്മുടെ തമിഴ്നാട് ഓർമ്മകളാണ് വരുന്നത്. ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയപ്പോൾ ആദ്യമായിട്ട് ചില്ലി പൊറോട്ട ഒക്കെ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡിഷസിൽ ഒന്നാണ്. അതുപോലെ തന്നെ ചില്ലി ചപ്പാത്തി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന ചപ്പാത്തി മാത്രമല്ല, നമുക്ക് ഇതിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും അത്ര രുചികരമായിട്ടുള്ള ഒരു ഡിഷാണെന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്ന പൂണ്ടുകുളമ്പ് ഒരുപാട് പേര് തയ്യാറാക്കി എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കോമ്പിനേഷൻസ് കാണുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പുട്ടിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിച്ചിട്ട് സൂപ്പർ ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാത്തവര്, അതായത് പൂണ്ടുകുളമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയുടെ കറിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചില്ലി ചപ്പാത്തി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചില്ലി ചപ്പാത്തി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അതേസമയം ടേസ്റ്റി ആയിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി വെച്ചിട്ട് എങ്ങനെയാണ് ചില്ലി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. ബാക്കി വന്ന ചപ്പാത്തി വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾ അതിനു വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല. ഇവിടെ പക്ഷെ കുറച്ച് ചപ്പാത്തി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വേറെ പൊറോട്ട വാങ്ങിച്ച് കിഴി പൊറോട്ട ഒക്കെ കിട്ടിയ കാരണം ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചില്ലി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. ഇതിനു മുമ്പ് ഞാൻ ചില്ലി പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സെയിം റെസിപ്പി തന്നെയാണ്, ചെറിയ മാറ്റങ്ങളോടുകൂടി ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ചപ്പാത്തി എത്രയാണോ അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ചപ്പാത്തി നമ്മൾ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. അത് എളുപ്പത്തിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 1.25 കപ്പ് മൈദ ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആട്ട വേണമെങ്കിൽ, അതായത് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ആദ്യം ഇടണ്ട, നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഇത് റെഡിയാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ചില്ലി പൊറോട്ട വീഡിയോയിൽ ചിക്കൻ 65 മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ 65 മസാല എല്ലാവരുടെയും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്തോളൂ, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇന്ന് ഇടുന്നില്ല. പിന്നെ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് മാറ്റാം ഇതിനെ. ഇപ്പം നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള മുളക് പൊടി ഇട്ടോളൂ കേട്ടോ. ഓറഞ്ച് റെഡ് കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ. വീട്ടിൽ ചെയ്യുമ്പോൾ അതിന് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നോർമൽ വെള്ളമാണ് കേട്ടോ. 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മിക്സ് ചെയ്തോളൂ. അവസാനം ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഫോർക്ക് വെച്ചിട്ട്. ഒരു നുള്ളു കളർ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ചേർക്കണമെന്ന് ആവശ്യമില്ല. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു കളർഫുൾ ആവാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. നോർമലി ഞാൻ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കുക, ഉപ്പ് പോരാൻ തോന്നുന്നെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 നുള്ളും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ പ്ലസ് 2 നുള്ളു ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.25 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടി പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മീഡിയം ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തിയില്ലേ, അത് 2-3 ഒരുമിച്ച് ഇങ്ങനെ പിടിക്കുക. കാരണം നമ്മൾ പൊറോട്ട ചെയ്യുമ്പോൾ കുറച്ച് തിക്കല്ലേ പൊറോട്ട എന്ന് പറയുന്നത്. അതുപോലെ ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ചപ്പാത്തിയുടെ നീളത്തിലുള്ളത് ഒരുമിച്ച് വെക്കാൻ പറയുന്നത്. എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ഈ ബാറ്ററിൽ അങ്ങ് മുക്കുക. ബാറ്ററിൽ മുക്കുന്ന സമയത്ത് ഒറ്റ പീസായിട്ട് മാറും. എന്നിട്ട് നമുക്കതങ്ങ് എണ്ണയിലിട്ടങ്ങ് ഫ്രൈ ചെയ്യാം. എണ്ണയുടെ ചൂട് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ബാറ്ററിൽ മുക്കി ഉടനെ തന്നെ നമ്മൾ പൊരിക്കണം കേട്ടോ. കാരണം ഒരുപാട് നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി അങ്ങ് വളരെ സോഫ്റ്റ് ആയിട്ട് മാറും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇതുപോലെ 3-4 പീസ് ഒരുമിച്ച് എടുക്കുക. ഇതുപോലെ ബാറ്ററിൽ മുക്കുക. അങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. നല്ലതായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 5-10 ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ചില്ലി ചപ്പാത്തി കിട്ടും. മീഡിയം ചൂടുള്ള എണ്ണയിൽ വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൽ ഒരുപാടങ്ങ് എണ്ണ പിടിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങെല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാ അവിടെ മൊത്തം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കണം, കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ വറുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് സംഭവം ഉണ്ടാക്കാൻ. ഈ വറക്കാനുള്ള സമയം മാത്രമേ നമുക്ക് കൂടുതൽ തോന്നുള്ളൂ. ബാക്കിയൊക്കെ
ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഇപ്പോൾ ചപ്പാത്തി ചിലപ്പോൾ എപ്പോഴും കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ചപ്പാത്തി ഇഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അമ്മമാർക്ക് ഒരു വെറൈറ്റി ഉണ്ടാക്കി എന്നുള്ളൊരു സന്തോഷം. ചൂടോടുകൂടി കഴിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ ചൂടാറി കഴിഞ്ഞാലും ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ പൊറോട്ട പോലെ തന്നെ ലെയർ വന്നിട്ടുണ്ട്. 3-4 ഒരുമിച്ചെടുത്ത് വെച്ചാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ചപ്പാത്തി ഒരു ചെറിയ നീളത്തിലുള്ള ചപ്പാത്തിയുടെ കഷ്ണം ഇത് മുക്കുമ്പോഴേക്കും ചപ്പാത്തി ആകെ എന്താ വലിഞ്ഞ പോലെയാവും. അപ്പം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾ പ്രയോഗിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പൊ ഇതാ ഞാൻ മൊത്തത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് മുൻപ് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. കുറച്ച് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് അരച്ചെടുത്ത് വെക്കണം. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തേങ്ങ ഇരിക്കണേ. 5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 അണ്ടിപ്പരിപ്പ് ഇത് ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. 10 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അങ്ങ് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നമ്മുടെ തേങ്ങയും കാഷ്യൂനട്ട്സ് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് നൈസായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് ഇനി ചില്ലി പൊറോട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണോ അത് ഉപയോഗിച്ചാൽ മതിയാകും. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊരിച്ച എണ്ണയില്ലേ, പൊരിച്ച എണ്ണ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിച്ചാലും മതി. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1.5 സവാള വളരെ പൊടിയാക്കി എരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണേ. അതുപോലെ തന്നെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 പച്ചമുളക്. പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് അതിൽ എണ്ണത്തിൽ മാറ്റം വരുത്തണം. ഇതൊന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാകും. അങ്ങനെയാണെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളി നൈസാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മതി കേട്ടോ, ഒരുപാട് ആവണ്ട. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാളയൊക്കെ ഒരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ലൈറ്റ് ഇതിൻ്റെ ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. അതായത് വാടി കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ പച്ചമണം മാറേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആണ്. അതാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഒന്ന് കുറയ്ക്കണം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കഴിഞ്ഞ ചില്ലി പൊറോട്ടൻ്റെ വീഡിയോയിൽ ചിക്കൻ 65 മസാല ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഇച്ചിരി എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചിക്കൻ 65 മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. അതിലോട്ട് ഞാൻ ഒരു പിഞ്ച് ഫെനൽ സീഡ്സ്, അതായത് പെരുംജീരകം ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അത് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി. ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇതിന്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇത് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് പച്ചമണം മാറിയിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും റെഡിയാക്കണം. അതുപോലെ തന്നെ മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ കാര്യമായിട്ട് വരുമൊന്നുമില്ല. പക്ഷേ നോർമലി മുളക് പൊടി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം. കാരണം ഇതൊക്കെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഒട്ടും തന്നെ ഹാർഡാവാൻ പാടില്ല. മസാല ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമേ ആ സോഫ്റ്റ്നെസ് വരുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തമിഴ്നാട്ടിലൊക്കെ ചില റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചെരുകി തന്നെ മുകളിൽ കൂടെ ഇടുന്ന കാണാറുണ്ട്. അത് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ഒന്നും തൂക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ ഓഫ് ചെയ്തു. അതുപോലെ കുഴഞ്ഞിരിക്കണം സംഭവം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇൻഡിവിജ്വൽ സെർവിങ്ങിൻ്റെ പുറത്തും ഇങ്ങനെ ഇടണം കേട്ടോ.
ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യുന്നത് റൈത്തയാണ്. ഓണിയൻ റൈത്ത. ചില്ലി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് സെർവ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് കുറച്ചും കൂടെ ഓണിയൻ ഇട്ട് ഇങ്ങനെ അലങ്കരിക്കാം. അതുപോലെ തന്നെ തക്കാളി ഇഷ്ടമാണെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടാം. പിന്നെ ഒരു ലെമൺ വെഡ്ജ് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഹോട്ടലിലൊക്കെ ചില്ലി പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടാറ്. അതുപോലെ തന്നെ ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് റൈത്തയാണ്. വെറുതെ പച്ചമുളകും ഒണിയനും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന, ഉപ്പും കൂടി മിക്സ് ചെയ്തിരിക്കുന്ന റൈത്ത. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇടാതായിരിക്കും നല്ലത്. സമാധാനമായിട്ട് കഴിക്കാം. ഇതുപോലെയാണ് ഞാൻ ആര്യഭവനിലൊക്കെ പോകുമ്പോൾ അവർ ഇതേപോലത്തെ ഒരു ഷേപ്പുള്ള പ്ലേറ്റിലാണ് സെർവ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെയും അങ്ങനെ ചെയ്തത്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റൈത്ത ഇങ്ങനെ എടുക്കാം. ഇതിലൊന്ന് മുക്കുക, എന്നിട്ട് അങ്ങ് കഴിക്കാം. അങ്ങനെയുണ്ട് പ്രീതി? അടിപൊളി. ചപ്പാത്തി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ചപ്പാത്തിന് ഇങ്ങനെ ഇതേപോലെ വെട്ടി നുറുക്കി ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. കുട്ടികൾ അമ്മ ഇനി പക്ഷെ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പണി കൂടി എന്ന് പറഞ്ഞാൽ എന്നോട് കംപ്ലൈന്റ് പറയാൻ പാടില്ല. പക്ഷെ നമ്മുടെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുണ്ടാക്കാം. ഇതുപോലെ റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കുക. ടിഫിൻ ബോക്സിനും കൊടുത്തുവിടാൻ പറ്റും കേട്ടോ. ഈ ഐറ്റം അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.